അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശ്രവണസുന്ദര ശബ്ദങ്ങൾ കൊണ്ട് മനസ്സിൽ വികാരങ്ങളെ സൃഷ്ടിച്ച് രസിപ്പിക്കുന്ന ഒരു കലയാണ് സംഗീതം. രാഗതാള പദാശ്രയമാണ് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ചില പാട്ടുകളുടെ വരികൾ നമ്മളെ ഗതകാല ജീവിതത്തിലെ അനുഭവങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ചില വരികൾ, ആ വരിയിൽ പരാമർശിക്കപ്പെടുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തി, അതിലേക്ക് നമ്മളെ സ്വാധീനിപ്പിക്കും. ഈ രൂപത്തിൽ നമ്മുടെ എൻ്റെ മനസ്സിനെ സ്വാധീനിപ്പിച്ച വരികളടങ്ങിയ ഒരു പാട്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ പാട്ടിൻ്റെ ആദ്യത്തെ വരികൾ ഇങ്ങനെയാണ്: ഭ്രാന്തെന്ന് വിളിച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ. ഒരുപക്ഷെ നിങ്ങളത് കേട്ട് കാണും. പക്ഷേ വീണ്ടും വീണ്ടും കേൾക്കുവാനും കേൾപ്പിക്കുവാനും ആ പാട്ടിൻ്റെ ഈണവും വരികളും എന്നെ പ്രചോദനമാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആ വരികളൊന്ന് കേട്ടു നോക്കുക. ഭ്രാന്തെന്ന് നിനച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. കല്ലിനലറിഞ്ഞോട്ടെ, അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. ഭ്രാന്തെന്ന് നിനച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. കല്ലിനലറിഞ്ഞോട്ടെ, അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ, എന്നാലും എൻ്റെ ഹബീബേ അങ്ങാണെൻ്റെ മുഹബ്ബത്ത്. ആലിമിൻ കണ്ണിലുള്ളത് ഫിഖിൻ ഹുക്കുമതാണ്, ആശിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിൻ തേനതാണ്. ആലിമിൻ കണ്ണിലുള്ളത് ഫിഖിൻ ഹുക്കുമതാണ്, ആശിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിൻ തേനതാണ്. ഇഷ്കിൻ്റെ മധുലഹരിയിൽ ഇൽമതൊന്നു ചേർന്നാൽ, ഇഷ്കിൻ്റെ മധുലഹരിയിൽ ഇൽമതൊന്നു ചേർന്നാൽ, ഇഷ്കും ഇൽമും പരമാനന്ദ കുളിര്, ഇഷ്കും ഇൽമും പരമാനന്ദ കുളിർ.